ഞങ്ങളിപ്പോൾ വയനാട് ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ ബാണാസുര മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5:30-ക്ക് പുറപ്പെട്ടതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 9:30 ആകുമ്പോൾ ഞങ്ങളെ സ്പോട്ടിലെത്തിയിട്ടു. ആദ്യം തന്നെ ഈ ബാണാസുര മല കയറണതിൽ നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് പെർമിഷൻ എടുക്കണം. ഒരാൾക്ക് 650 രൂപയാവും ട്രക്കിംഗ് ചാർജ്. ഞങ്ങൾ 5 പേര് അടങ്ങുന്ന ഒരു സംഘമായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഒരു ഗൈഡും ഉണ്ടാവും വെളുപ്പിനും മുകളിൽ വരെ. ഏകദേശം 14 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. 7 കിലോമീറ്റർ അങ്ങോട്ടും 7 കിലോമീറ്റർ ഇങ്ങോട്ടും. ആദ്യത്തെ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് നല്ല പാടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല കുത്തനുള്ളൊരു കയറ്റമായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ അങ്ങോട്ട് വലിയ സീനില്ലാതെ പോയി, കാരണം നിരപ്പുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് അട്ടകളാണ്. കണ്ടമാന അട്ടകളുണ്ട്. കയറുമ്പൊക്കുമ്പോളെ കാലിൽ ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ട് നിൽക്കും. 9:30-ക്ക് ഇറങ്ങിയ ഞങ്ങളിപ്പോൾ ഏകദേശം 11 മണിയായിട്ട് 2 കിലോമീറ്റർ 11 മണിക്കാണ് ഞങ്ങൾ താണ്ടി എത്തിയത്. ഇനി അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്, ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റിയത്. ഞങ്ങളിവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ആയി കേട്ടോ. 2 കിലോമീറ്റർ അത്യാവശ്യം മുകളിലെത്തിയപ്പോൾ തന്നെ നല്ല വ്യൂ കണ്ടു തുടങ്ങി. ഞങ്ങൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് മെല്ലെ വീണ്ടും മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഞങ്ങൾ ടോപ്പിലെത്തിട്ടോ. അപ്പോൾ അത് ആനേനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കണ്ട്. താഴോട്ട് നോക്കിയാൽ ഡാമിൻ്റെ വ്യൂ കറക്റ്റായി കാണാം കേട്ടോ, ബാണാസുര ഡാമിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ബാണാസുര മല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.